ഹലോ ഡിയർ ഫ്രണ്ട്സ്, ലെൻറ്റ് സീസണിൽ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. കൂർക്ക വെച്ചിട്ട് നല്ലൊരു മെഴുക്കുപുരട്ടി റെഡിയാക്കി എടുക്കാം. മെഴുക്കുപുരട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും സാധാരണ വീടുകളിൽ ചെയ്യുന്നതല്ലേ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു രീതി ഷെയർ ചെയ്യുവാണേ. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചൈനീസ് പൊട്ടറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൂർക്ക, ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് പ്രഷർ കുക്കറിലിട്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സീസണിങ്ങിന് വേണ്ട വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് കറി ലീവ്സ്, പിന്നെ കുറച്ച് ഡ്രൈ ചില്ലി. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാനിൽ നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടാക്കുവാണേ. സാധാരണ മെഴുക്കുപുരട്ടിക്ക് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും സ്വല്പം കൂടുതൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ചൂട് വെളിച്ചെണ്ണയിൽ കടുക്, 2-3 ഉലുവ, കുറച്ച് പെരിഞ്ജീരകം ഇത്രയും മൂപ്പിച്ചെടുക്കാം. ഫ്രഷ് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ചോപ്പ് ചെയ്ത ചുമന്നുള്ളി 1 പിടി. കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയും കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ മെഴുക്കുപുരട്ടി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. കുഞ്ഞുള്ളി ട്രാൻസ്ലൂസൻ്റ് ആയി വെളുത്തുള്ളിയുടെ റോ സ്മെൽ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും 1 നുള്ള് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണേ. ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇനി എരിവിന് ആവശ്യമായ കശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. കശ്മീരി ചില്ലി ആവുമ്പോൾ നല്ല കളറും കിട്ടും, പിന്നെ അധികം സ്പൈസിയും ആകത്തില്ല. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൂർക്ക കുക്ക് ചെയ്ത സമയത്ത് ആവശ്യത്തിന് പെപ്പർ പൗഡർ എല്ലാം ആഡ് ചെയ്തതാണ്. ഉപ്പും എരിവും അതിനനുസരിച്ച് വേണം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും ഗരം മസാലയും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മിക്സ് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. സ്വല്പം കൂടെ ഒന്ന് വെള്ളം വറ്റിച്ച് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കൂർക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ കൂർക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ കമ്പൈൻഡായി ഡ്രൈ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ കായപ്പൊടിയും ഉലുവയും എല്ലാം ആഡ് ചെയ്ത നോമ്പ് സ്പെഷ്യൽ കൂർക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ആരെങ്കിലും ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഈ രീതിയിൽ കുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറൈറ്റി റെസിപ്പീസ് ട്രൈ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണേ, എന്നാൽ ഇതിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.